ഇരട്ട പൂട്ടല്ല, ഇനി എത്ര പൂട്ടിട്ട് പൂട്ടിയാലും ശരി നിയമം നമ്മൾ വിട്ടുകൊടുക്കില്ല. നിയമം BJPക്ക് ഒപ്പമാണ്. അദ്ദേഹത്തിനോട് ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന് വച്ച് പൂട്ടാനുള്ള സമയമായി. നിയമം നമ്മൾ എടുക്കും, ഇനി കൊടുക്കൂല ആരെ കയ്യില്. എല്ലാ തരത്തിലുള്ള കള്ളങ്ങളെയും ഞങ്ങൾ പൊളിച്ചടുക്കി പെട്ടിയിലാക്കി CPM-ന്റെ AKG സെന്ററിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. സമയമുള്ളപ്പോൾ ഒന്ന് പോയി പരിശോധിച്ചോളാൻ പറഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം പറയൂ. പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് അതിവേഗത്തിൽ ചെയ്യുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. സന്തോഷം പറഞ്ഞറിയിക്കാൻ പോയാ നിങ്ങൾ കാണുന്നതാണ് സന്തോഷം. നിയമത്തിൽ തകർപ്പൻ വിജയമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ BJP നേടിയിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരും കാത്തിരുന്ന ഒരു വിജയമാണ് നിയമത്തിലായിരിക്കുന്നത്. എന്തായാലും അതിന്റെ ആഘോഷങ്ങൾക്കിടയിലാണ് നമ്മളുള്ളത്. എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കാം. ചേട്ടാ, എങ്ങനെ കാണുന്ന വിജയത്തെ? വിജയം വളരെ സന്തോഷമാണ്. BJP പ്രവർത്തകർക്ക് ഇനി ഒരു അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇരട്ടി സീറ്റ് പിടിക്കാനുള്ള ഒരു ആവേശമായാണ് നമ്മളിത് കാണുന്നത്. കാരണം കഴക്കൂട്ടം, നേമം, ചാത്തന്നൂര്, അതുപോലെ തന്നെ നമ്മൾ അത്രയും സ്വാധീനം ഉള്ള ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം. അവിടെ നമുക്ക് ജയിക്കാന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അവിടെ 2 മുന്നണികളും കൂടെ ഒരുമിച്ച് നിന്നുള്ള ഒരു എതിർപ്പാണ് നമുക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ ശക്തമായ ഒരു ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തകരുടെ ആവേശമായിട്ടാണ് ഇത് കാണുന്നത്. നിയമത്തിൽ ഏത് പൂട്ടിട്ട് പൂട്ടിയാലും നിയമം തുറക്കുന്നു കാണിച്ചു കൊടുക്കില്ലേ? ഇരട്ട പൂട്ടല്ല, ഇനി എത്ര പൂട്ടിട്ട് പൂട്ടിയാലും ശരി നിയമം നമ്മൾ വിട്ടുകൊടുക്കില്ല. നിയമം BJPക്ക് ഒപ്പമാണ്. നിയമം BJPക്ക് ഒപ്പമാണെന്ന് നമ്മൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് മേയറായി, ഡെപ്യൂട്ടി മേയറായി ഇനി നമ്മൾ ഒരു 5 വർഷം കഴിഞ്ഞ് ഭരണം പിടിക്കുന്ന തരത്തിലേക്ക് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകും. എത്രത്തോളം സന്തോഷമുണ്ട്? പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമല്ലേ. നിയമം പ്രതീക്ഷിച്ചു. ഈ 3 കൂടുതൽ ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് എത്തിയില്ലേ. ഭയങ്കര സന്തോഷം. ഇത് നമ്മളെ വിജയമാണ്. ശിവൻകുട്ടിയോട് പറയാനുള്ളത്? അദ്ദേഹത്തിനോട് ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന് വച്ച് പൂട്ടാനുള്ള സമയമായി. ഇനി ഞങ്ങളെ ഈ നിയമം തുറക്കാൻ ഇനി ഒരാളിനും പറ്റൂല. ഇനി ഞങ്ങൾ വിട്ടുകൊടുക്കൂല. BJP വിട്ടുകൊടുക്കൂല. ഉറപ്പായിട്ട് നമ്മുടെ കയ്യിലായിരിക്കും. വിജയം എത്രത്തോളം സന്തോഷമുണ്ട്? വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എന്തായാലും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. നിയമം പൂട്ടു എന്നാണ് പറഞ്ഞത്. ആ പൂട്ട് നമ്മൾ തുറന്നു. ആ പൂട്ട് പൊട്ടിച്ചു. ആ പൂട്ട് തകിടം മറിച്ച് പൊട്ടിച്ചു. നമ്മളത് ആഘോഷത്തിന്റെ ഇതിലാണ്. നിയമം മാത്രമല്ലല്ലോ, 3 സീറ്റ് കിട്ടിയില്ലേ? തീർച്ചയായിട്ടും 5 പ്രതീക്ഷിച്ചത് 3 കിട്ടി. അതുതന്നെ വലിയൊരു മാറ്റല്ലേ കേരളത്തിൽ? ആദ്യമേ അറിയായിരുന്നു ഞങ്ങൾക്ക്. നമ്മള് തുറന്നു നിയമം. ഇനി പൂട്ടാർക്കും പൂട്ടാൻ പറ്റില്ല എന്നതുകൊണ്ടില്ല. ഇനി പൂട്ടില്ല, ഇനി ഒരിക്കലും പൂട്ടില്ല. നിയമം നമ്മൾ എടുക്കും, ഇനി കൊടുക്കൂല ആരെ കയ്യില്. ഇന്നലെ നിങ്ങളുടെ ഓൺലൈൻ ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്ന് ex-MLA ആവാൻ പോകുന്ന ശിവൻകുട്ടി ഈ മാറാത്തത് മാറിയൊന്ന് അന്വേഷിച്ചിറങ്ങേണ്ട സമയമായി എന്ന് പറഞ്ഞു. കൃത്യമായി നിയമത്തെ ജനങ്ങൾ അത് അടയാളപ്പെടുത്തി. നിയമത്ത് ശിവൻകുട്ടി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള കള്ളങ്ങളെയും ഞങ്ങൾ പൊളിച്ചടുക്കി പെട്ടിയിലാക്കി CPM-ന്റെ AKG സെന്ററിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. സമയമുള്ളപ്പോൾ ഒന്ന് പോയി പരിശോധിച്ചോളാൻ പറഞ്ഞാൽ മതി. 3 താമരയാണ് കേരളത്തിൽ വിരിഞ്ഞിരിക്കുന്നത്. 3 താമരയാണ് നിലവിൽ വിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ കണക്കിൽ ഒരു 10-12 താമര വിരിയേണ്ടതാണ്. ഇവിടുത്തെ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF-ഉം LDF-ഉം തരാതരം പോലെ കളിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് താൽക്കാലികമാണ്. നമ്മൾ ആ വിജയം ഉറപ്പുവരുത്തുന്ന നിലയിലേക്ക് തന്നെ മുന്നോട്ട് പോകും. കേരളത്തിൻ്റെ ജനത ഞങ്ങൾക്ക് ഹൃദയത്തിൽ ചാലിച്ചു തന്ന 3 സീറ്റുകളാണ്, 3 താമരകളാണ്. അത് കേരളത്തിനകത്ത് ഗംഭീരമായി, കേരളത്തിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത നിലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കും. തീർച്ചയായിട്ടും സന്തോഷം. ജിഹാദി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു വിജയമാണിത്. ജിഹാദികൾ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി കേരളം മുഴുവൻ ശ്രമിച്ചു. 3 മാത്രം അവർ തോറ്റു, ബാക്കി എല്ലായിടത്തും അവർ ജയിച്ചു, നമ്മൾ തോറ്റു. പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനെതിരെ ജനവിധി വന്നിരിക്കുകയാണ്. ഈ നേമം മണ്ഡലത്തിലെ ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടെന്ന് പറഞ്ഞ ശിവൻകുട്ടിയെ ഇനി ഇവിടെ സ്ഥാനമില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ തെളിയിച്ചിരിക്കുകയാണ്. ഇനി BJPയുടെ നാളുകളാണ്. ഇനി 5 വർഷവും നേമം മണ്ഡലം എങ്ങനെയാണ് വികസനത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണിച്ചു തരും. ഭയങ്കര സന്തോഷമല്ലേ, 3 സീറ്റ് പിടിച്ചത് വലിയ സന്തോഷം തന്നെ നമുക്ക്. തീർച്ചയായിട്ടും മാറും. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒരുപാട് മാറ്റം ഉണ്ടാകും. എന്ത് തോന്നുന്നു? അത്രത്തോളം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് വികസിത നിയമത്തിന് വേണ്ടി വോട്ട് ചെയ്ത നമ്മുടെ ഈ നേമ നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ
നമ്മുടെ പ്രവർത്തകരുടെ എല്ലാം ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, സംഘപരിവാർ പ്രസ്ഥാനത്തിനുള്ള എല്ലാവരുടെ ആത്മാർത്ഥമായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നേമത്തിൽ നിന്നൊരു വിജയം ഉണ്ടായിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ കാലക്കൂട്ടി നമുക്ക് മുന്നേ സഞ്ചരിച്ച ഒരുപാട് ത്യാഗപൂർണ്ണമായിട്ട് പ്രവർത്തിച്ച ഒരുപാട് നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ വിജയം ഉണ്ടായതെന്നും ഇതിനു മുമ്പേ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്കും ധീര ബലിദാനികൾക്കും നമ്മുടെ പിന്നെ ഈ പ്രവർത്തനത്തിന് നമ്മുടെ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നവർക്കും എത്രത്തോളം ഇതിനു മുമ്പേ സഞ്ചരിച്ച ആയിരക്കണക്കിന് ധീര പ്രവർത്തകരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഇന്ന് ഈ വിജയം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഈ വിജയം നമുക്ക് ഈ നേമം നിയോജകമണ്ഡലത്തിൽ ഇനി മുമ്പേ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ വിജയം സമ്മാനിക്കുന്നു. എന്താണ് വി ശിവൻകുട്ടിയോട് പറയാനുള്ളത്? മത്സരത്താഴൊക്കെയാണ് പൊട്ടിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പേ കുമ്മനം രാജേട്ടൻ്റെ ഈ പൂട്ടുമെന്ന് ശിവൻകുട്ടി പറഞ്ഞ് അത് സംഭവിച്ചു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ആ പറഞ്ഞ വാക്ക് അതിൻ്റെ വിഷമത്തിൻ്റെ എല്ലാം നമ്മുടെ പ്രവർത്തകരുടെ മനസ്സിലുണ്ട്. അത് അന്ന് തൊട്ട് തന്നെ അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ജയിക്കാൻ വേണ്ടിയുള്ള സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനം നേമം നിയോജകമണ്ഡലത്തിൻ്റെ ഓരോ പ്രവർത്തകരും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ പൂട്ടൊക്കെ തുറന്ന് ഇനി ഒരിക്കലും ഈ നേമം നിയോജകമണ്ഡലത്തിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ വിജയിക്കില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കും. കാരണം അത് എടുത്തു പറയാനുള്ള കാരണം ഇന്ന് ജയിച്ചിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് അതിവേഗത്തിൽ ചെയ്യുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. ഒരുപാട് സന്തോഷമുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങളിതാ കാണുന്നതാണ് സന്തോഷം. നേമം ഇത്രത്തോളം എന്താ പറയാ താമര വിരിഞ്ഞതിന്റെ ശോഭയിൽ നിൽക്കുമ്പോ എത്ര അഭിമാനത്തോടെയുള്ള ഒരു നേമക്കാരനാന്ന് പറയുന്നത്. അതൊരു അഭിമാനം, അതാ പറഞ്ഞ അഭിമാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതുപോലെ പൂട്ടിക്കെട്ടുമെന്നോ അങ്ങനെയൊന്നുമല്ല. ഈ കാണുന്നതാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് അന്നും ഇന്നും എല്ലാം മുഷ്ടി ചുരുട്ടി കൂടെയുള്ളവരാണ് ഇന്നും ഉള്ളത്. അല്ലാതെ മറ്റുള്ള പാർട്ടിക്കാരെ പോലെ നമ്മൾ അവിടെ പൂട്ടും ഇവിടെ പൂട്ടും എന്നുള്ളതല്ല. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് നമ്മുടെ സന്തോഷം. കുട്ടിക്കാലം മുതലേ കൊടിപിടിച്ച് വന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും വലിയൊരു വിജയം. ഇത് 3 സീറ്റിൽ ഒതുങ്ങുന്നതല്ല. 2031 ആകുമ്പോഴത്തേക്കും ഈ 3 എന്നുള്ളത് 25 വരെ നമ്മൾ എത്തും. കാരണം നരേന്ദ്രമോദിജിയുടെ ആ ഒരു പ്രഭാവം, ആ ഒരു വ്യക്തിപ്രഭാവം എന്ന് മാത്രമല്ല, ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രഭാവം കേരളത്തിലും അലയടിച്ച് കാണുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ആഘോഷം. ഇത് ഒരു ചവിട്ടുപടി മാത്രമാണ്. ഇതിലും 100 ഇരട്ടി ഉപരിയായിട്ട് മുന്നോട്ട് തന്നെ നമ്മൾ പോവുക തന്നെ ചെയ്യും. നേമത്തെ ആഘോഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജീവ് ജി നേമത്തെ ജയിച്ചതിന്റെ മാത്രമല്ല BJP 3 ലോകോർന്നതിനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും വേറെ സന്തോഷവും അഭിമാനവും ഉള്ള നിമിഷത്തിലാണ് എല്ലാ BJP പ്രവർത്തകരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളത്. നേമത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കൂടുതൽ ആഘോഷങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഒക്കെ എത്താം വരും എപ്പിസോഡുകളിൽ.